ഹലോ ഗേസ്, അനുവാണേ. ഇന്ന് ഞാൻ 6 മണിക്ക് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. എന്തിനാന്നല്ലേ, ഞങ്ങൾ നേരെ പോയത് കിഴക്കേക്കോട്ടയിലേക്കാണ്. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ 2 കൂട്ടുകാരും കൂടി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കിഴക്കേക്കോട്ടയിൽ പോയി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കണ്ടോ. കുറേ നാളെ വിചാരിക്കണം പോകണം. അങ്ങനെ മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ പോയതൊരു മസാല ദോശ കഴിക്കാനാണ്. നല്ല പ്യുവർ വെജ് റെസ്റ്റോറൻറ്റ്. സത്യം പറഞ്ഞാൽ കിടില സാധനം. ഞങ്ങളൊരു 7:45 ആകുമ്പോഴത്തേക്ക് തന്നെ ഫുഡൊക്കെ കഴിച്ച് നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയി ക്യൂ നിൽക്കാൻ തുടങ്ങി. വലിയ തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ തൊഴുത് ഒരു 9:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങിയ സമയത്ത് നല്ല തിരക്കായിരുന്നു. പിന്നെ ടൂറിന് വരുന്ന കുട്ടികളും അങ്ങനെ ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ തൊഴുത് അവിടെ കുറച്ച് സമയം ചിലവഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ഇതിൻ്റെ തന്നെ തൊട്ടടുത്തുള്ള കുതിരമാളികയിലേക്കാണ്. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി കൊട്ടാരങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ്. നമുക്കിങ്ങനെ തൊട്ടടുത്തായിട്ട് കുറേ കൊട്ടാരങ്ങൾ കാണാം. അതിനകത്തൊന്നാണ് കുതിരമാളിക. കുതിരമാളികൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഞങ്ങൾ മോരും അതുപോലെ തന്നെ നാരങ്ങ സർബത്തൊക്കെ കഴിച്ചായിരുന്നു. ശകുന്തള ചേച്ചീൻ്റെ കട കേട്ടോ. ചേച്ചിനോട് ചോദിച്ചിട്ടാണ് ചേച്ചീൻ്റെ വീഡിയോയിലൊക്കെ എടുത്തത്. അങ്ങനെ ഞങ്ങൾ നേരെ കുതിരമാളിയിലോട്ട് പോയി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. നല്ല സൂപ്പറായിട്ടുള്ള സ്ഥലമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ടുള്ള നല്ല സ്പേസ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ കുറേ സേവ് ദ ഡേറ്റും അതുപോലെ തന്നെ ഡാൻസ് കളിക്കുന്ന വീഡിയോസൊക്കെ അവിടെ നിന്ന് കുറേ ആൾക്കാർ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും അങ്ങനെ കുറേ സമയം അവിടെ. നല്ല തണുപ്പാട്ടോ അവിടെ. പുറത്ത് ഭയങ്കര ചൂടാണെങ്കിൽ ആ ഒരു ബ്ലാക്ക് സ്പേസിലിരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര സുഖമാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചെന്നൈ റോയൽ ബിരിയാണി, അതായത് ലോ കോളേജ് ജംഗ്ഷനിലുള്ള അവിടെയാണ് പോയത്. അങ്ങനെ ഇന്നത്തെ ഡേ നല്ല അടിപൊളിയായിരുന്നു. ബൈ.